2026 ഏപ്രിൽ 17 സിറാജ് എഡിറ്റോറിയൽ മണ്ഡല പുനർനിർണയത്തിനു പിന്നിൽ രാഷ്ട്രീയ അജണ്ട. ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ അടിക്കല്ലി ഇളക്കുന്നതും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ രാഷ്ട്രീയമായി അപ്രസക്തമാക്കുന്നതുമാണ് 2011 സെൻസസ് അടിസ്ഥാനമാക്കി ലോക്സഭാ മണ്ഡലങ്ങളെ പുനർനിർണയിക്കാനുള്ള ഡീലിമിറ്റേഷൻ കേന്ദ്ര സർക്കാർ നീക്കം. ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലുള്ള പുനർവിഭജനം പ്രത്യക്ഷത്തിൽ ജനാധിപത്യപരമായ സാങ്കേതിക പ്രക്രിയയായി തോന്നാമെങ്കിലും ഇന്ത്യ പോലുള്ള സാമൂഹിക സാമ്പത്തിക വൈജാത്യങ്ങളും വികസന രംഗത്ത് സംസ്ഥാനങ്ങൾക്കിടയിൽ ഏറ്റക്കുറച്ചിലുകളും നിലനിൽക്കുന്ന രാജ്യത്ത് ഇത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്കിടവരുത്തും. ജനസംഖ്യാ നിയന്ത്രണ നയങ്ങൾക്ക് അമിത പ്രാധാന്യം നൽകിയ സംസ്ഥാനങ്ങളാണ് കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ. അതേസമയം ഉത്തർപ്രദേശ്, ബീഹാർ, രാജസ്ഥാൻ, മധ്യപ്രദേശ് തുടങ്ങിയ വടക്കൻ സംസ്ഥാനങ്ങളിൽ അതുണ്ടായില്ല. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജനസംഖ്യാ വളർച്ച കുറയാനും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വർദ്ധിക്കാനും ഇതിടയാക്കി. ഇത്തരമൊരു സാഹചര്യത്തിൽ ജനസംഖ്യാടിസ്ഥാനത്തിൽ മണ്ഡലങ്ങൾ പുനർനിർണയിക്കുമ്പോൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മണ്ഡലങ്ങളുടെ എണ്ണം വൻതോതിൽ കൂടും. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നേരിയ വർധനവേ ഉണ്ടാകുന്നുള്ളൂ. ഇത് രാജ്യത്തിന്റെ നയനിർണയത്തിൽ ദക്ഷിണേന്ത്യയുടെ സ്വാധീനം കുറയാനിടയാക്കുകയും ഫെഡറൽ സമത്വത്തിൽ കടുത്ത അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കുകയും ചെയ്യും. ദേശീയ താൽപര്യത്തിന്റെ പേരിൽ കേന്ദ്രം ആവിഷ്കരിച്ച കുടുംബക്ഷേമ പദ്ധതികൾ നന്നായി നടപ്പാക്കിയതിന് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ഒരു ശിക്ഷയായി മാറും ഫലത്തിൽ സെൻസസ് അടിസ്ഥാനമാക്കിയുള്ള മണ്ഡല പുനർനിർണയം. രാജ്യത്തിന്റെ സാമൂഹിക സാമ്പത്തിക വൈവിധ്യങ്ങളും സംസ്ഥാനങ്ങൾ നടപ്പാക്കിയ വികസന നയങ്ങളും കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കണം മണ്ഡല പുനർനിർണയം നടപ്പാക്കേണ്ടത്. സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയനാണ് ഭരണഘടന പ്രകാരം ഇന്ത്യ. ഇതനുസരിച്ച് എല്ലാ സംസ്ഥാനങ്ങൾക്കും നയരൂപവൽക്കരണത്തിൽ തുല്യ പങ്കാളിത്തമുണ്ടായിരിക്കണം. ജനസംഖ്യയെ മാത്രം ആശ്രയിച്ച് മണ്ഡലങ്ങൾ വർദ്ധിപ്പിക്കുമ്പോൾ രാജ്യത്തിന്റെ രാഷ്ട്രീയ കേന്ദ്രം ഉത്തരേന്ത്യ മാത്രമായി ചുരുങ്ങുകയും ഉത്തരേന്ത്യയിൽ കൂടുതൽ ആധിപത്യമുള്ള പാർട്ടികൾ അധികാരത്തിലേറുകയും ചെയ്യും. രാജ്യം ഭരിക്കാൻ ദക്ഷിണേന്ത്യയുടെയോ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെയോ പിന്തുണ ആവശ്യമില്ലാത്ത സ്ഥിതി കൈവരികയും ചെയ്യും. ഇത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനക്കാരെ രണ്ടാം തരം പൗരന്മാരാക്കി മാറ്റുന്നതിന് തുല്യമാണ്. മാത്രമല്ല, പാർലമെന്റിൽ പ്രാദേശിക വൈവിധ്യങ്ങളും സാംസ്കാരിക സ്വത്വങ്ങളും ഇല്ലാതാകുകയും ചെയ്യും. നിലവിലെ കേന്ദ്ര ഭരണകക്ഷിയായ BJPയുടെ രാഷ്ട്രീയ താൽപര്യമാണ് ഈ നീക്കത്തിന്റെ പിന്നിലെന്ന് സന്ദേഹിക്കേണ്ടതുണ്ട്. ജനസംഖ്യാനുപാതികമായ പുനർനിർണയം നടത്തിയാൽ BJPക്ക് കൂടുതൽ സ്വാധീനമുള്ള ഉത്തരേന്ത്യയിലെ ഹിന്ദി ബെൽറ്റിലാണ് സീറ്റുകളിൽ ഗണ്യമായ വർധനവുണ്ടാകുന്നത്. തമിഴ്നാട്ടിലെയും പശ്ചിമ ബംഗാളിലെയും നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഏപ്രിൽ 29 ശേഷം സർവകക്ഷി യോഗം വിളിച്ച് ചർച്ച ചെയ്ത ശേഷം മതി പാർലമെന്റിൽ മണ്ഡല പുനർനിർണയ ബില്ലിന്റെ അവതരണമെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ഒറ്റക്കെട്ടായി ആവശ്യപ്പെട്ടതാണ്. അത് തള്ളിയാണ് സർക്കാർ ഇന്നലെ ധൃതി പിടിച്ച് ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത്. ബില്ല് പാസായാൽ മണ്ഡലങ്ങളുടെ അതിർത്തി പുനർനിർണയിക്കാൻ സർക്കാരിന് കേവല ഭൂരിപക്ഷം മാത്രം മതിയാകും. പാർലമെന്റിനെയോ പ്രതിപക്ഷത്തെയോ കണക്കിലെടുക്കാതെ മണ്ഡല പുനർനിർണയത്തിന് സർക്കാർ ധൃതി കൂട്ടുന്നതെന്തിനാണ്? 2029 ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നീക്കമായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്. അസമിലും ജമ്മു കാശ്മീരിലും മണ്ഡലങ്ങൾ ഏകപക്ഷീയമായി പുനർനിർണയിച്ച് രാഷ്ട്രീയ നേട്ടം കൊയ്ത രീതി രാജ്യവ്യാപകമായി പയറ്റുകയാണ് മോദി സർക്കാർ. രാജ്യത്തിന്റെ ഐക്യവും വൈവിധ്യവും സംരക്ഷിക്കപ്പെടണമെങ്കിൽ മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ആശങ്ക ദൂരീകരിക്കപ്പെടേണ്ടതുണ്ട്. രാജ്യത്തിന്റെ ഭാവി രാഷ്ട്രീയം നിർണയിക്കുന്ന നിർണായക നടപടിയാണിത്. നീതിയോടെയും സമത്വത്തോടെയും നടപ്പാക്കാത്ത പക്ഷം അത് ജനാധിപത്യത്തിലുള്ള വിശ്വാസം നഷ്ടമാക്കും. ജനസംഖ്യയുടെ ഗണിതശാസ്ത്രത്തിൽ മാത്രം ഒതുങ്ങാതെ രാജ്യത്തിന്റെ വൈവിധ്യവും ഫെഡറൽ സംവിധാനവും സംസ്ഥാനങ്ങളുടെ വികസന സൂചികകളും കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു ഫോർമുലയാണ് ഇക്കാര്യത്തിൽ സ്വീകരിക്കേണ്ടത്. രാജ്യസഭയുടെ കാര്യത്തിൽ അമേരിക്കൻ സെനറ്റ് മാതൃകയിൽ വലിപ്പമോ ജനസംഖ്യയോ നോക്കാതെ എല്ലാ സംസ്ഥാനങ്ങൾക്കും തുല്യ പ്രാതിനിധ്യം നൽകുന്ന രീതിയും പരിഗണിക്കാവുന്നതാണ്.
സംസ്ഥാനങ്ങൾക്ക് അവരുടെ വ്യക്തിത്വവും അവകാശങ്ങളും സ്വാധീനവും ഉറപ്പാക്കാനുള്ള ബാധ്യത കേന്ദ്ര സർക്കാരിനുണ്ട്. ജനാധിപത്യവും ഫെഡറലിസവും ശക്തിപ്പെടുന്നതിനു പകരം വിഭജനത്തിന്റെയും അനൈക്യത്തിന്റെയും വിത്ത് വിതയ്ക്കുന്ന ഒരു നടപടിയായി ഇത് മാറരുത്. കേവലം തിരഞ്ഞെടുപ്പ് വിജയത്തിനുള്ള കുറുക്കുവഴിയായി മണ്ഡല പുനർനിർണയത്തെ ദുരുപയോഗപ്പെടുത്തുന്നത് വിഘടനവാദം ഉയർന്നുവരാൻ ഇടയാക്കും.